നമസ്കാരം. പാകിസ്ഥാനും ടർക്കിയായും സൗദി അറേബ്യയും ചേർന്ന് ഒരു നാറ്റോ ടൈപ്പ് സഖ്യം രൂപീകരിച്ച വിഷയം നമ്മൾ ഇന്നലെ പറഞ്ഞതാണ്. അപ്പോൾ ഈ വിഷയം കുറച്ചും കൂടി ഡെപ്തിൽ അനലൈസ് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. വാസ്തവത്തിൽ പല എപ്പിസോഡുകളായിട്ട് ചെയ്യേണ്ട സംഗതിയാണ്. കാരണം വളരെ വലിയ കോൺസിക്വൻസ് ഉള്ള ചരിത്രപരമായ ഒരു അലയൻസാണ്. ഈ അലയൻസിൻ്റെ ബലം ഇപ്പോൾ തന്നെ ഉടനെ തന്നെ അത് ടെസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. അത് നമ്മളിതിൻ്റെ അവസാന ഭാഗത്ത് പറയും. ഒരു തുടക്കം എന്ന നിലയ്ക്ക് നമുക്കിതിനകത്ത് ഉൾപ്പെട്ട 3 രാജ്യങ്ങൾ, ഇത് തുടങ്ങി വെച്ച 3 രാജ്യങ്ങൾ, ആ രാജ്യങ്ങളുടെ ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള താല്പര്യങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് പറയാം. ഇതിൻ്റെ പുറകോട്ട് നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ ആഴ്ച സൗദി അറേബ്യ സുന്നി രാജ്യങ്ങൾ, ഒരു 14 സുന്നി രാജ്യങ്ങളുമായിട്ട് ചെങ്കടലിനെ സംബന്ധിച്ചൊരു കരാറിൽ ഏർപ്പെട്ടിരുന്നു. ചെങ്കടലിലെ മാരിടൈം സെക്യൂരിറ്റി എൻഷുവർ ചെയ്യുന്നതിന് വേണ്ടി 14 സുന്നി ഇസ്ലാമിക രാജ്യങ്ങൾ ഒപ്പിട്ട ഒരു സംഗതിയാണ് സൗദി അറേബ്യ ഉണ്ടാക്കിയെടുത്തത്. അതിൽ ശരിക്കും 43 രാജ്യങ്ങൾ അവർ വിളിച്ച മീറ്റിങ്ങിൽ ആകെ എത്തേണ്ടിയിരുന്നത്, ഇസ്ലാമിക രാജ്യങ്ങൾ എത്തേണ്ടത് ഏകദേശം 57 എണ്ണമാണ്. അതിനകത്ത് 43 രാജ്യങ്ങൾ അവിടേക്ക് പ്രതിനിധികളെ അയച്ചിരുന്നു. അതിനകത്ത് 14 പേരാണ്, സൗദി അറേബ്യ അടക്കം 14 ആളുകളാണ് ആ കരാറിൽ ഒപ്പിട്ടത്. അപ്പോൾ അതൊരു ഒരു ഇസ്ലാമിക അഗ്ലോമറേഷൻ്റെ, ഇസ്ലാമിക ഒത്തുചേരലിൻ്റെ ഒരു സൂചന ഈ സംഗതി തരുന്നുണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. എന്തിനു വേണ്ടിയാണ് ഇവർ ഇങ്ങനെ ഒത്തുചേരുന്നത്? ഇത് ഇസ്രായേലിനെതിരെയാണോ, അല്ല ഇന്ത്യക്കെതിരെയാണോ, അല്ല US-നെതിരെയാണോ, അല്ല ഇറാനെതിരെയാണോ, ഷിയ സുന്നി അത്തരത്തിലുള്ള മത്സരമാണോ? അപ്പം അത്തരം ചോദ്യങ്ങളൊക്കെ ഇതിനകത്ത് ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട സംഗതിയാണ്. കാരണം പല ഫോഴ്സുകൾ ഒന്നിച്ചു ചേരുന്ന സമയത്ത് ഇറ്റ് ബിക്കംസ് എ വെരി ബിഗ് ഫോഴ്സ് ആൻഡ് ഇറ്റ് ഇൻവോൾവ്സ് എ വെരി വാസ്റ്റ് ഏരിയ. വലിയ ഒരു ഏരിയയാണ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് എന്തെങ്കിലും തരത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഏരിയ കൂടുക എന്ന് പറയുന്നത് ആ സംഘർഷങ്ങളുടെ വ്യാപ്തി വല്ലാതെ വർദ്ധിപ്പിക്കും. വെനസ്വേലയിൽ പോയിട്ട് യുദ്ധം ചെയ്യുന്നതും ഇറാനിൽ യുദ്ധം ചെയ്യുന്നതും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയാൽ മനസ്സിലാവും. വെനസ്വേല ഒരു ചെറിയ രാജ്യമാണ്, ഇറാനെ സംബന്ധിച്ച് വലിയ രാജ്യമാണ്. വലിയ ഭൂവിസ്തൃതിയുള്ള രാജ്യവുമായി യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ അത് എത്രത്തോളം വലിച്ചു നീട്ടപ്പെടാം എന്നുള്ള ഒരു സംഗതിയൊക്കെ ഇതിനകത്ത് തെളിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അത്തരം ഡീറ്റെയിൽസൊക്കെ മുഴുവനായിട്ട് അനലൈസ് ചെയ്യണമെങ്കിൽ പല വീഡിയോകൾ ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇപ്പോൾ തൽക്കാലം ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള ഈ 3 പാർട്ടികളുടെ ഇമ്മീഡിയറ്റ് ഇൻട്രസ്റ്റുകൾ എന്താണെന്ന് നോക്കാം. അതിൽ തന്നെ നമ്മളുടെ തൊട്ട് അയൽവാസിയായിട്ടുള്ള പാകിസ്ഥാൻ്റെ അവസ്ഥ നമുക്ക് നോക്കാം. ഇപ്പം 1947 ഇന്ത്യയുമായി വിഭജിച്ച് രൂപപ്പെട്ട പാകിസ്ഥാൻ എന്ന രാജ്യം രൂപപ്പെട്ട നാൾ മുതൽ ഇന്ത്യയേക്കാൾ വലുതാണെന്ന് കാണിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു വണ്ടിമറിയൻ തവളയുടെ അഭ്യാസം. ഇന്ത്യയുമായി കമ്പയർ ചെയ്യാൻ ഒന്നുമില്ലാത്ത ഒരു രാജ്യം അന്ന് മുതൽ ഇന്ത്യയേക്കാൾ മിടുക്കനാണെന്ന്, വലുതാണെന്ന് കാണിക്കാൻ ശ്രമിച്ച് ഇന്ത്യയോടുള്ള വൈരാഗ്യം കൊണ്ട്, കുശുമ്പ് കൊണ്ട്, അസൂയ കൊണ്ട് മെലിഞ്ഞ് ഒന്നും അല്ലാതായിപ്പോയ ഒരു രാജ്യം. അപ്പോൾ ആ രാജ്യത്തെ സംബന്ധിച്ച് ഇപ്പോൾ അവർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം അതിനകത്തുള്ള ഇൻറ്റേർണൽ സ്ട്രഗിളാണ്. കാശ്മീരിൽ ഒരു ഭാഗത്ത് അവരുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് അവിടെ വലിയ സ്ട്രഗിൾ നടക്കുന്നു. അവിടെ നിരന്തരമായി പാകിസ്ഥാൻ പട്ടാളം ആളുകളെ വെടിവെച്ച് കൊല്ലുന്നു. തിരിച്ച് പാകിസ്ഥാൻ പട്ടാളത്തിനും പണി കിട്ടുന്നു. മറുഭാഗത്ത് ബലൂചിസ്ഥാനിലും വലിയ സ്ട്രഗിൾ നടക്കുന്നു. അവർക്ക് സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ അതിൽ നിന്ന് വിട്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള സംഗതികൾ പട്ടാളവും ബലൂചിസ്ഥാൻ ഫോഴ്സും തമ്മിൽ നടക്കുന്നു. 2 കൂട്ടർക്കും നഷ്ടമുണ്ടാകുന്നു. അപ്പോൾ ഇതിനകത്ത് നടക്കുന്ന ഇൻറ്റേർണൽ സ്ട്രഗിൾ, പാകിസ്ഥാൻ തന്നെ തീവ്രവാദികളെ വളർത്തി അവസാനം പാകിസ്ഥാനുള്ളിൽ തന്നെ തീവ്രവാദികൾ അതിശക്തമായി പ്രവർത്തിക്കുന്ന സാഹചര്യമാണ് ഇന്ന് പാകിസ്ഥാനിലുള്ളത്. രാജ്യം കഷ്ണമായി പോകുന്ന ഒരു അവസ്ഥയിലാണ് ഇന്ന് രാജ്യമുള്ളത് എന്നുള്ളതാണ് പാകിസ്ഥാൻ നേരിടുന്ന ഒന്നാമത്തെ പ്രശ്നം. 2, ഇന്ത്യയുമായി ആവശ്യമില്ലാതെ ഏറ്റുമുട്ടി വാങ്ങിയെടുത്ത നാണക്കേടുകളാണ്. എപ്പോഴൊക്കെ ഇന്ത്യയുമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ ആ സമയത്തെല്ലാം നാണംകെട്ട തോൽവി പാകിസ്ഥാനെ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യയോട് യുദ്ധം ചെയ്യാൻ വേണ്ടി വലിയൊരു പട്ടാളത്തെ പാകിസ്ഥാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിനെ മുഴുവൻ തീറ്റിപ്പോരണം. കാരണം പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ പട്ടാളമാണ്. അവിടുത്തെ പൗരനെ സംബന്ധിച്ച് ഒരു പ്രാധാന്യമില്ല, പട്ടാളത്തിന് മാത്രമാണ് പ്രാധാന്യം. പട്ടാളം തിന്നിട്ട് ബാക്കിയുണ്ട്, പൗരൻ തിന്നാൽ മതി എന്ന നിലയ്ക്കുള്ള ഒരു രാജ്യമാണത്. അപ്പോൾ പട്ടാളത്തെ തീറ്റിപ്പറ്റുക എന്നുള്ളത് പാകിസ്ഥാനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതിയാണ്. അവരെ തീറ്റിപ്പറ്റാനുള്ള ഇൻറ്റേർണൽ അല്ലെങ്കിൽ വരുമാനം പോലും ഈ രാജ്യത്തില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. 3 ആയുധങ്ങൾ വേണം. ഇന്ത്യ പോലത്തെ ഒരു ശത്രുവിനെയാണ് അവർ നോക്കി നിൽക്കുന്നത്. വലിയ രാജ്യമാണ്, വലിയ സൈനിക ശക്തിയാണ്, വളരെ മോഡേൺ ആയിട്ടുള്ള ശക്തിയാണ്. അപ്പോൾ ആ ശക്തിയോട് മുട്ടി നിൽക്കാനുള്ള ഒരു ആയുധശേഷി ഉണ്ട് എന്നൊരു ആത്മവിശ്വാസം അവരുടെ മിലിറ്ററിക്ക് എപ്പോഴും ഉണ്ടാവേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും പുതിയ ആയുധങ്ങൾ, പുതിയ ടെക്നോളജി, ഇത്തരം കാര്യങ്ങൾ ആവശ്യമുണ്ട്. ഇതിന് പണം ആവശ്യമുണ്ട്. അപ്പോൾ അതിനുള്ള പണം കണ്ടെത്തണം. പിന്നെ വേറൊരു വിഷയം അവിടുത്തെ പട്ടിണിയാണ്. വലിയ ദാരിദ്ര്യമാണ് രാജ്യത്തിൽ. ഭയങ്കരമായ കടം. 1 കിലോ അരിക്ക് 400-ലധികം പാകിസ്ഥാൻ രൂപ കൊടുക്കേണ്ട സാഹചര്യമുള്ള ഒരു രാജ്യം. അപ്പോൾ അവിടുത്തെ പട്ടിണിയെക്കുറിച്ച് നമുക്ക് വിചാരിക്കാൻ പറ്റും. പിന്നെ ഇവർക്ക് വലിയ ബന്ധങ്ങളുണ്ട് എന്ന് ഇവർ പറയുന്നത് ചൈനയും അമേരിക്കയായിട്ടാണ്.
ഇപ്പൊ കഴിഞ്ഞ യുദ്ധത്തിൽ തന്നെ ഇന്ത്യയുമായിട്ടുണ്ടായിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂർ ചെറിയൊരു സ്ട്രഗിളാണ്. ആ ചെറിയൊരു സ്ട്രഗിളിൽ പോലും ചൈനയുടെ ഭാഗത്ത് നിന്ന് കാര്യമായ ഒരു സഹായവും പാകിസ്ഥാന് കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. ചൈന ഒന്നാം തരം ഷൈലോക്കാണ്. ചൈന ഒരു പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ 100 പൈസ തിരിച്ചു കിട്ടാതെ അവർ സമ്മതിക്കില്ല. അവരുടെ രീതി അതാണ്. പൊതുവെ യുദ്ധങ്ങളിലൊന്നും അവർ ആവശ്യമില്ലാതെ പോയിട്ട് ഇൻവോൾവ് ചെയ്യല, ആവശ്യക്കൂടുള്ള സഹായങ്ങൾ ഒന്നും ചെയ്യല. ഒരു മിനിമം സഹായം എന്നതിനപ്പുറത്തേക്ക് ചൈനയുടെ ഭാഗത്തൊന്നും കിട്ടില്ല. അപ്പൊ ചൈനയെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല എന്നുള്ളത് പാകിസ്ഥാന് മനസ്സിലാവുന്നു. 2 US ആണ്. USA സംബന്ധിച്ചും പാകിസ്ഥാൻ എന്നുള്ളത് അവർക്ക് ഉപയോഗിക്കാനുള്ള സാധനമാണ് US-ന്. US-ന് എല്ലാ പാർട്ട്നേഴ്സും അങ്ങനെയാണ്. US-ന്റെ ഹുഎവർ ബി ദ പാർട്ട്ണർ ഓഫ് US എക്സെപ്റ്റ് ഇസ്രായേൽ, ബാക്കി ഏത് പാർട്ട്ണർ ആണെങ്കിലും US-നെ സംബന്ധിച്ച് അത് US-ന്റെ ഒരു കറവ പശുവാണ്. അപ്പൊ പാകിസ്ഥാനെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. US-നെ സംബന്ധിച്ച് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അവർക്കുള്ളൊരു കറവ പശുവാണ് പാകിസ്ഥാൻ. അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. അപ്പം ഈ US-നെ ആശ്രയിച്ച് നിൽക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ചൈനയിൽ നിന്ന് കിട്ടുമെന്ന് വിചാരിച്ച് വേടാൻ പോലെ അങ്ങോട്ട് നോക്കിയിരിക്കുന്നതുകൊണ്ടോ ഒന്നും തങ്ങൾക്കൊരു പ്രയോജനവും കിട്ടുന്നില്ല എന്നുള്ള തിരിച്ചറിവ്. ഇനി അവസാനമായി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഇസ്ലാമിക ഫണ്ടമെന്റലിസം. ഈ ഇസ്ലാം എന്ന് ഉരുവിടുകയും ഇസ്ലാമിക ഫണ്ടമെന്റലിസം കൊണ്ടു നടക്കുകയും സ്വന്തം രാജ്യത്ത് ഇസ്ലാമിക ഫണ്ടമെന്റലിസം നടപ്പാക്കുകയും ചെയ്യുന്ന ഒരു രാജ്യം എന്നുള്ളതാണ് പാകിസ്ഥാനെ സംബന്ധിച്ചുള്ള. ഇതാണ് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ ഒരു ചിത്രം എന്ന് പറയുന്നത്. ഇനി തുർക്കിയെ സംബന്ധിച്ച്, തുർക്കിയിൽ ഒരു എർദോഗൻ ഇറ 2002-ലാണ് ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഒരു പ്രസിഡന്റ് ആയിട്ടുള്ള എർദോഗൻ വരുന്നത്. അപ്പം അദ്ദേഹം വാസ്തവത്തിൽ നമുക്കറിയാവുന്ന തുർക്കിക്ക് വലിയ ചരിത്രമുള്ള രാജ്യമാണ്. പാകിസ്ഥാൻ പോലെ 47 ജനിച്ചതൊന്നുമല്ല, ഒരു വലിയ ചരിത്രമുള്ള രാജ്യമാണ്. അപ്പോൾ 2023 വളരെ റീസെന്റ് ഹിസ്റ്ററി നമ്മൾ പറയുകയാണെങ്കിൽ 2023 മുസ്തഫ കമാൽ സെക്കൻഡ് വേൾഡ് വാറിൽ ഈ ഓട്ടോമാൻ എംപയർ പരിപൂർണമായും തകർന്ന് തോറ്റ് തരിപ്പണമായതിൻ്റെ അടിസ്ഥാനത്തിൽ തുർക്കി എന്ന് പറഞ്ഞ രാജ്യം തുർക്കിയായി ചുരുങ്ങിയ കാലഘട്ടത്തിൽ അദ്ദേഹം ഇതിനെ ഒരു സെക്യുലർ രാജ്യമാക്കി പ്രസ്താവിച്ചു. 2023 മുസ്തഫ കമാലാണ് അതിൻ്റെ പ്രസിഡന്റ്. ഇതിനൊരു സെക്യുലർ കൺട്രി ആയിട്ട് പ്രഖ്യാപിക്കുകയും 2028 ഇസ്ലാമിനുണ്ടായിരുന്ന ഒഫീഷ്യൽ റിലീജിയൻ എന്നുള്ള സ്റ്റാറ്റസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ എടുത്തു മാറ്റുകയും ചെയ്തു. അങ്ങനെ ഒരു ലെഫ്റ്റിസ്റ്റ്, ഒരു കമ്മ്യൂണിസ്റ്റ് രീതിയിലുള്ള ഒരു ഭരണമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പൊതുവെ മതത്തിനൊരു പ്രാധാന്യവും കൊടുക്കാത്ത ഒരു സെക്യുലർ രാജ്യമായിട്ടാണ് തുർക്കി നിലനിന്നിരുന്നത് ഈ എർദോഗന്റെ കയ്യിൽ എത്തുന്നത് വരെ. ഇപ്പോൾ നമുക്ക് അറിയാവുന്നതുപോലെ തുർക്കിക്ക് വലിയ ഹിസ്റ്ററിയുള്ള കാര്യം നമുക്കറിയാം. 1299 AD 1299 ഈ ഓട്ടോമാൻ എംപയർ എന്ന് പറഞ്ഞൊരു സാധനം അവിടെ ജനിക്കുന്നത്. അവർ 1453 ആ തുർക്കി പ്രദേശത്ത് വളർന്ന് 1453 കോൺസ്റ്റാന്റിനോപ്പിൾ റോമിൻ്റെ കയ്യിൽ നിന്ന് അവർ പിടിച്ചെടുക്കുന്നു. ഇവിടെ കിഴക്കൻ റോമിൻ്റെ തലസ്ഥാനമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് നമുക്കറിയാം. റോം വലിയ രാജ്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒന്നിച്ചത് ഭരിക്കാൻ പറ്റാത്തത് കൊണ്ട് അതിൻ്റെ പടിഞ്ഞാറൻ സെക്ഷൻ, റോം ആസ്ഥാനമായിട്ടൊരു പടിഞ്ഞാറൻ യൂറോപ്പിലാണ് പ്രധാനമായിട്ടും. ബാക്കിയുള്ള ഏഷ്യൻ ഭാഗങ്ങളെല്ലാം ചേർത്ത്, യൂറോപ്പിൻ്റെ കിഴക്കൻ ഭാഗങ്ങളെയൊക്കെ ചേർത്ത് കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന് പറയുന്ന വേറൊരു രാജ്യം ഉണ്ടായിരുന്നു. അപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിൾ തലസ്ഥാനമായിട്ടുള്ള ആ രാജ്യം, അതിൻ്റെ തലസ്ഥാനമായിട്ടുള്ള കോൺസ്റ്റാന്റിനോപ്പിൾ 1453 ഓട്ടോമാൻ എംപയർ പിടിച്ചെടുക്കുന്നതോടെയാണ് ഈ റോം എന്ന് പറഞ്ഞ സാധനം ഇല്ലാതായി പോകുന്നത്. റോമൻ എംപയർ തീർന്നു പോകുന്നത് അങ്ങനെയാണ്. പിന്നീട് ഓട്ടോമാൻ എംപയർ ഒരു വളർച്ചയായിരുന്നു. 15-ാം നൂറ്റാണ്ടിൽ ഓട്ടോമാൻ എംപയർ വളർന്ന് ഏഷ്യയിലും ആഫ്രിക്കയിലും യൂറോപ്പിലും പരന്നു കിടക്കുന്ന ഒരു മഹാസാമ്രാജ്യമായി അത് മാറി. അവർ ഫോഴ്സിബിളായിട്ട് ഇസ്ലാമിക് കൺവേർഷനും കാര്യങ്ങളൊക്കെ നടത്തി വലിയ തോതിൽ ഫ്ലറിഷിംഗ് ആയിട്ട് നിന്ന ഒരു എംപയർ ആയിരുന്നു ഓട്ടോമാൻ എംപയർ എന്ന് പറയുന്നത്. പിന്നീട് 18-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തോടെ യൂറോപ്യൻ ശക്തികൾ കരുത്ത് പ്രാപിച്ച്, കോളനിസം വഴിയൊക്കെ യൂറോപ്പിൽ പണമെത്തി ശക്തി പ്രാപിച്ച് അവർ മൊറോക്കോ മുതൽ ആഫ്രിക്കയുടെ വടക്ക് ഭാഗം മുതൽ ഈ ഓട്ടോമാൻ എംപയറിനെ ഒതുക്കി അങ്ങനെ ഫസ്റ്റ് വേൾഡ് വാറോട് ഓട്ടോമാൻ എംപയർ വട്ടപൂജയായി. അങ്ങനെ ഒരു സാധനം ഇല്ലാതായി. അതാണ് ഓട്ടോമാൻ എംപയറിൻ്റെ ചരിത്രം. അങ്ങനെ ഓട്ടോമാൻ എംപയർ ഇല്ലാതാവുന്ന സമയത്ത് സൗദി അറേബ്യ, ഈ അറേബ്യൻ ദേശം മുഴുവൻ ഓട്ടോമാൻ എംപയറിന്റെ കീഴിലായിരുന്നു എന്ന് മനസ്സിലാക്കണം. അങ്ങനെ വന്നിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ നേരത്തെ മുസ്തഫ കമാൽ 1923 ഇതിനെ ഒരു സെക്യുലർ രാജ്യമായിട്ട് പുനർനിർമ്മിക്കുന്നത് 1923 പിന്നീട് എർദോഗന്റെ പാർട്ടി, അതിന്റെ പേര് ജസ്റ്റിസ് ഡെവലപ്മെന്റ് പാർട്ടി എന്നാണ്. ജസ്റ്റിസ് ഡെവലപ്മെന്റ്, അവിടെ തന്നെ നമുക്ക് അതിന് മണം കിട്ടും. കാരണം എപ്പോഴും ഈ ഇസ്ലാമിക ഫോഴ്സുകൾ എപ്പോഴും വരുന്നത് മുല്ലപ്പൂവിൻ്റെ പേരിട്ടുകൊണ്ടോ അല്ലെങ്കിൽ ഒരു എൻവയോൺമെൻറ്റിൻ്റെ പേരിട്ടുകൊണ്ടോ അല്ലെങ്കിൽ ഫ്രീഡത്തിൻ്റെ പേരിട്ടുകൊണ്ടോ ഒക്കെയാണ് ഇസ്ലാമിക പാർട്ടികൾ എപ്പോഴും ഉദയം ചെയ്യുക. ഇവിടെ അവർ ജസ്റ്റിസ് ഡെവലപ്മെൻറ്റ് പാർട്ടി എന്ന പേരിലാണ് തീവ്ര ഇസ്ലാമിക ആശയങ്ങളുമായിട്ട് എർദോഗന്റെ പാർട്ടി 2002 അധികാരത്തിൽ വരുന്നത്. 2002 മുതൽ ഇതിനെ ഒരു ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാനുള്ള ശ്രമങ്ങളാണ് എർദോഗൻ നടത്തുന്നത്. കോൺസ്റ്റിറ്റ്യൂഷണൽ ചേഞ്ചസ് വരുത്തിയിട്ടില്ല.
ഈ എർദോഗനെ ഒരു മെഹദിയായി പോലും കാണുന്ന ആളുകളുണ്ട്. മെഹദി എന്ന് പറഞ്ഞാൽ ഇസ്ലാം ലോകത്തിന്റെ അവസാന കാലത്ത് വന്ന് ലോകത്തിനെ മുഴുവൻ ഇസ്ലാമായിട്ട് പുനഃസ്ഥാപിക്കുമെന്ന് അവർ വിചാരിക്കുന്ന ഒരു അവതാരത്തിന്റെ പേരാണ് മെഹദി. അപ്പൊ അങ്ങനെ ഒരു മെഹദിയായിട്ട് പോലും ഇദ്ദേഹത്തിന്റെ ആരാധകർ ഇദ്ദേഹത്തെ കാണുന്ന ആളാണെന്ന് മനസ്സിലാക്കണം. അദ്ദേഹത്തിനകത്തുള്ള ഇസ്ലാമിക് ഫണ്ടമെന്റലിസം എത്ര തീവ്രമാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി പറഞ്ഞതാണ്. കൂടാതെ ഇദ്ദേഹത്തിന് വലിയ ആഗ്രഹങ്ങളാണ്. പഴയ ഓട്ടോമൻ എംപയർ അതുപോലെ തിരിച്ചു സ്ഥാപിക്കണമെന്നും കൂടാതെ അദ്ദേഹം മെക്കയ്ക്ക് വരെ അവകാശം ഉന്നയിച്ച അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം 923 ഒരു ട്രീറ്റി ഓഫ് ലോസൈൻ എന്ന് പറയുന്നൊരു ട്രീറ്റി സൗദി അറേബ്യൻ രാജകുടുംബവും ഈ ടർക്കിയുമായി ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. ആ ട്രീറ്റി അനുസരിച്ച് 100 വർഷത്തേക്കാണ് ഈ സൗദി അറേബ്യൻ രാജകുടുംബത്തിന് ഈ മക്ക മദീന മുതലായ ഇവരുടെ വിശ്വാസ കേന്ദ്രങ്ങളുടെ മേലെ അധികാരമുള്ളതെന്നും 100 കൊല്ലം കഴിഞ്ഞാൽ അത് കൈമാറണമെന്നും ഒരു കരാറുണ്ട് എന്ന് പറയപ്പെടുന്നു. അപ്പൊ ആ കരാർ അനുസരിച്ച് മെക്കയും മദീനയും ടർക്കിക്ക് കൈമാറണം എന്ന നിലയ്ക്കുള്ള പ്രസ്താവനകൾ എർദോഗന്റെ ഭാഗത്തുനിന്നും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം. അപ്പൊ അത്തരത്തില് ലോകം മുഴുവൻ നിയന്ത്രിക്കണം എന്ന ആഗ്രഹമുള്ള മോഹമുള്ള ഒരു ഇസ്ലാമിക് ഫണ്ടമെന്റലിസ്റ്റ് ആണ് എർദോഗൻ എന്ന് പറയുന്ന ആള്. പക്ഷേ യൂറോപ്പിന്റെ ഭാഗമായതുകൊണ്ട് വളരെ ഫാഷനബിൾ ആയിട്ട് ഡ്രസ്സ് ധരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. യൂറോപ്പിലാണെന്ന് അദ്ദേഹം അഭിമാനിക്കുകയും ചെയ്യുന്നു. നാറ്റോയിൽ അംഗമാണ് ടർക്കി എന്ന് ഓർക്കണം. അപ്പം ഇതാണ് ടർക്കിയെ സംബന്ധിച്ചുള്ള പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഇനി സൗദി അറേബ്യയെ സംബന്ധിച്ച് സൗദി അറേബ്യക്ക് പറ്റിയ അപകടം ഈ റീസെന്റ് അറ്റാക്കിൽ വന്ന സംഗതിയാണ്. അപ്പം ഇറാനും ഇസ്രായേലും തമ്മിലൊരു യുദ്ധം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഇറാനും ഇസ്രായേലും തമ്മിലുള്ളൊരു യുദ്ധമുണ്ടായി അതിനെ അമേരിക്ക സഹായിക്കാൻ വരുമ്പോൾ ഈ ഗൾഫ് രാജ്യങ്ങൾ ഈ തരത്തിൽ ആക്രമിക്കപ്പെടുമെന്ന് ഒരു GCC രാജ്യവും പ്രതീക്ഷിച്ചിരുന്നില്ല, സൗദി അറേബ്യയും പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പൊ ആ ഒരു ഇറാനുമായുള്ള യുദ്ധത്തിൽ സൗദി അറേബ്യ വല്ലാതെ ആക്രമിക്കപ്പെട്ടു എന്നുള്ളതാണ് സൗദി അറേബ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സങ്കടം എന്ന് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഹൂത്തികളുമായിട്ട് യമനിലുള്ള യുദ്ധം. അത് 10-15 വർഷമായിട്ട് നടക്കുന്ന സംഗതിയാണ്. യമനകത്തുള്ള സ്ട്രഗിൾ, അതിനകത്തുള്ള സിവിൽ വാർ, യമൻ സിവിൽ വാർ എന്ന് പറയുന്ന സംഗതി 10-15 വർഷമായിട്ട് നിൽക്കുന്നതാണ്. നമ്മൾ പലതവണ പറഞ്ഞു, യമൻ വെർട്ടിക്കലി ഡിവൈഡ് ചെയ്ത് നിൽക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗം ഷിയായിറ്റുകളായിട്ടുള്ള, അല്ലെ ഷിയായുടെ ഒരു അവാന്ത വിഭാഗമായ ഹൂത്തികളുടെ നിയന്ത്രണത്തിലാണ്, ബാക്കിയുള്ള ഭാഗം സുന്നികളുടെ നിയന്ത്രണത്തിലുമാണ്. അപ്പോൾ ഈ സുന്നികളുടെ നിയന്ത്രണത്തിലുള്ള ഭാഗത്തെ നിശ്ചയമായിട്ട് സൗദി അറേബ്യ സഹായിക്കുന്നുണ്ട്. കാരണം സൗദി അറേബ്യയാണ് യമനുമായിട്ട് ഏറ്റവും അധികം ബോർഡർ പങ്കിടുന്ന രാജ്യം. ബാക്കി യമന്റെ ബാക്കി ഭാഗം കടലാണ്. ബാക്കി കരയുമായിട്ട് അതിർത്തി ഉള്ളത് മുഴുവൻ സൗദി അറേബ്യ ആയിട്ടാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് സൗദി അറേബ്യക്ക് അങ്ങേയറ്റം താല്പര്യമുള്ള വിഷയമാണ്. സൗദി അറേബ്യക്ക് അവിടെ യുദ്ധത്തിൽ ഒരു പാർട്ടി സ്വീകരിക്കേണ്ടി വന്നിട്ടുണ്ട്, ബിക്കോസ് സുന്നി ഷിയ ഇഷ്യൂ ആയതുകൊണ്ട്. അപ്പൊ ആ ഹൂത്തികൾക്ക് നേരെയുള്ള സ്ട്രഗിൾ നടക്കുന്നതിനിടയിലൂടെയാണ് ആ സ്ട്രഗിളിലെ ഷിയ പാർട്ടിനെ വലുതായിട്ട് ഇറാൻ സഹായിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ വൈരാഗ്യങ്ങളെല്ലാം കൂടെ ഒത്തുചേർന്ന് ഇറാൻ യുദ്ധത്തിൽ ഇറാൻ വലുതായിട്ട് ആക്രമിക്കുന്നു. ഇതിൽ അമേരിക്കയ്ക്ക് സൗദി വിചാരിച്ചതുപോലെ ഒരു ഡിഫൻസ് കവറേജ് കൊടുക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് വസ്തുത. അവർ എക്യുപ്മെന്റ് കൊണ്ട് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചൊക്കെ അവർ തടയുന്നുണ്ട് എന്നുള്ളത് നേരാണ്. പക്ഷെ ഒരു ആളെ സ്പെയർ ചെയ്യാൻ അമേരിക്ക ഒരിക്കലും തയ്യാറല്ല. ആളുകളെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ അമേരിക്ക ഇത് പെർഫെക്റ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യണമെങ്കിൽ പേർഷ്യൻ ഗൾഫിൽ അമേരിക്കൻ നേവി വരണം. അപ്പോൾ പേർഷ്യൻ ഗൾഫിലേക്ക് അമേരിക്കൻ നേവി കടക്കണം എന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ആൾനാശം ഉണ്ടാവും, അമേരിക്ക ആൾനാശം ഉണ്ടാവും. അല്ലാതെ പേർഷ്യൻ ഗൾഫിൽ കിടക്കാൻ പറ്റില്ല. അമേരിക്ക വാറൊക്കെ വിൻ ചെയ്യാൻ പറ്റും, പക്ഷെ വാർ വിന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും പേർഷ്യൻ ഗൾഫിൽ പ്രവേശിക്കുമ്പോൾ ആൾനാശം ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഇവിടെയാണ് ഈ ആളുകളെ സംബന്ധിച്ചൊരു വിഷയം വരുന്നത്. ടെക്നോളജിക്കലി അമേരിക്ക വളരെ മുമ്പിലാണ്. ഇറാൻ വളരെ ക്രൂഡായിട്ടുള്ളൊരു യുദ്ധം നടത്തുന്ന ഒരു രാജ്യമാണ്. പക്ഷേ അവരെ എത്ര ആളുകളെ കൊല്ലാനും അവർ തയ്യാറാണ്. അവരുടെ ആളുകളെ തന്നെ കൊല്ലാൻ അവർ തയ്യാറാണ്. നരബലി അവർ തയ്യാറാണ്. അവർ ആത്മഹത്യാ സ്ക്വാഡാണ്. അപ്പോൾ ഈ പേർഷ്യൻ ഗൾഫിൽ പ്രവേശിക്കുന്ന കപ്പലുകളുടെ നേരെ സ്ഫോടക വസ്തുക്കൾ നിറച്ച കുഞ്ഞു ബോട്ടുകളിൽ പറന്നു വന്ന് അതിൽ മുട്ടിച്ച് സ്വയം പൊട്ടിത്തകർന്ന് കപ്പലിനെയും തകർക്കാൻ അവർ 100 വട്ടം തയ്യാറാണ്. ഇതിനെ എങ്ങനെ നേരിടും എന്നുള്ളതാണ് വിഷയം. ഇതിനെ നേരിടുന്ന കാര്യത്തിൽ US പരാജയപ്പെട്ടു പോയി. കാരണം അത്തരം ഒരു സംഗതി ആത്മഹത്യക്ക് വരുന്നവനെ നേരിടാൻ അവർ തയ്യാറല്ല. കാരണം അവരുടെ ഭാഗത്ത് ആൾനാശം ഉണ്ടാവും. അപ്പോൾ ആൾനാശം ഉണ്ടാകാതെ അവർ മാറുന്നു. ഇനി അമേരിക്ക ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്, അത് ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിക്കുക എന്നതാണ്. അമേരിക്ക അത് ഉപയോഗിക്കാൻ തയ്യാറുമല്ല. അപ്പം അമേരിക്ക ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിക്കാൻ തയ്യാറല്ല. അമേരിക്ക ആൾനാശം വരുന്ന കാര്യങ്ങളൊന്നും വരാൻ തയ്യാറല്ല. അമേരിക്കൻ നേവി ചെങ്കടലിലായിക്കൊള്ളട്ടെ, ഹാർമൂസിലായിക്കൊള്ളട്ടെ, പേർഷ്യൻ ഗൾഫിലായിക്കൊള്ളട്ടെ, അമേരിക്കൻ നേവി ഉള്ളിൽ കിടന്ന് ഇവരോട് യുദ്ധം ചെയ്യാനും തയ്യാറല്ല. അവർ വളരെ അകലത്തിൽ നിന്ന് മിസൈലുകളൊക്കെ അയച്ച് സേഫ് ഡിസ്റ്റൻസിൽ നിന്ന് മാത്രമേ കളിക്കുന്നുള്ളൂ. അവരുടെ ആളുകളെ കൊല്ലാൻ അവർ തയ്യാറല്ല. ഓഫ്കോഴ്സ് അതൊരു മൂന്നാം രാജ്യത്തിന് വേണ്ടി ആയതുകൊണ്ടാണ്. അവരുടെ രാജ്യത്തിന് വേണ്ടിയാണെങ്കിൽ അവർ ചെയ്യും. അത് എല്ലായിടത്തുള്ള പ്രശ്നമാണ്. ഇപ്പം നമ്മുടെ രാജ്യമാണെങ്കിലും ഒരു രാജ്യവുമായിട്ട് ഒരു സഹകരണത്തിൽ ഏർപ്പെട്ട് നമ്മുടെ പട്ടാളക്കാരെ വേറെ രാജ്യത്തോട്ട് കൊല്ലാൻ നമ്മൾ തയ്യാറാവില്ല. കാരണം പട്ടാളക്കാർ ജോലി ചെയ്യുന്നത് ശമ്പളത്തിന് വേണ്ടി മാത്രമല്ലല്ലോ, അവർ ജോലി ചെയ്യുന്നത് അവരുടെ സ്വന്തം നാടിന് വേണ്ടിയാണ്. അപ്പോൾ സ്വന്തം നാടിനൊരു ത്രട്ട് വരുമ്പോൾ മാത്രമാണ് അവന് മരണത്തെ ഫേസ് ചെയ്യാൻ അവൻ തയ്യാറാവുകയുള്ളൂ. വേറൊരു രാജ്യത്തിന് വേണ്ടിയൊന്നും അവൻ്റെ ജീവൻ കൊടുക്കാൻ ഒരു പട്ടാളക്കാരനും പൂർണ്ണ മനസ്സോടെ തയ്യാറാവുകയില്ല എന്നുള്ളൊരു വസ്തുത അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വിഷയത്തിലാണ് സൗദി അറേബ്യ വേറെ വഴികൾ നോക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ അവർക്ക് ഒന്ന് ഗ്രൗണ്ട് ഫോഴ്സ് വേണം, ആളുകളെ വേണം. ആളുകളെ ആര് കൊടുക്കും?
ഈ രണ്ട് രാജ്യങ്ങളും പാകിസ്ഥാൻ ആയിക്കോട്ടെ ടർക്കി ആയിക്കോട്ടെ ഇഷ്ടംപോലെ മനുഷ്യരുള്ള രാജ്യമാണ്. അപ്പോൾ അവിടെ നിന്ന് ഗ്രൗണ്ട് ഫോഴ്സിനെ കിട്ടി. ഇപ്പോൾ തന്നെ പാകിസ്ഥാൻ ഫോഴ്സ് അവിടെ വലുതായിട്ട് സൗദി അറേബ്യയിലുണ്ട്. യമനിൽ യുദ്ധം ചെയ്യുന്നതിൽ സാധാരണ ഭടന്മാരുടെ കൂട്ടത്തിൽ സൗദി അറേബ്യക്കാരില്ല. എലൈറ്റ് ഗ്രൂപ്പിൻ്റെ കൂട്ടത്തിൽ, അതായത് കമാൻഡേഴ്സ് ഒക്കെ ഉള്ള ലെവലിൽ സൗദി അറേബ്യക്കാരുണ്ട്. താഴത്തെ പട്ടാളക്കാർ മുഴുവൻ ഇങ്ങനത്തെ പട്ടാളക്കാരാണ്. പിന്നെ വേറൊന്ന്, പാകിസ്ഥാൻ എന്നാ പറഞ്ഞാലും പൊട്ടുവോ ഇല്ലയോ എന്ന് അറിയത്തില്ലെങ്കിൽ ഒരു ന്യൂക്ലിയർ പവറാണ്. അപ്പോൾ പാകിസ്ഥാന്റെ ന്യൂക്ലിയർ ബോംബുണ്ട് എന്നുള്ളത് ഇറാനെ കാണിച്ച് പേടിപ്പിക്കാൻ പറ്റും. കാരണം ഇറാനെ പോലത്തെ ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ എടുത്തുകൊണ്ട് തലയിലിട്ട് കൊടുക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരുത്തനെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ, നേരെ മറിച്ച് US ഇസ്രായേലോ ഒന്നും ഒരു ന്യൂക്ലിയർ ബോംബ് അവർ സാധാരണഗതിയിൽ എടുത്ത് പ്രയോഗിക്കില്ല. ഇസ്രായേലിന്റെ കാര്യം പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല. US എന്തായാലും ഒരു ന്യൂക്ലിയർ ബോംബ് ഉപയോഗിക്കുന്നതിന് മുന്നേ 10 വട്ടം ആലോചിക്കും. സാധാരണഗതിയിൽ അവരത് പ്രയോഗിക്കില്ല. വളരെ നിവൃത്തി കിട്ടുന്ന ഒരു സാഹചര്യത്തിലേ ചെയ്യുള്ളൂ. അപ്പം പക്ഷേ പാകിസ്ഥാൻ അങ്ങനെയല്ല. പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു തമ്മാടി രാജ്യമാണ്. അവൻ എപ്പോഴും ഈ സാധനം എടുത്ത് പ്രയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം അത്തരം ഒരു ഭീതി ഇറാന്റെ നേരെ കാണിക്കാം എന്നുള്ള ഒരു സൂചന അവിടെയുണ്ട്. വേറൊന്ന്, ഈ ടർക്കിയുടെ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ആണ്. ടർക്കി നാറ്റോയുടെ ഭാഗമായതുകൊണ്ടും ടർക്കിയിൽ ഇഷ്ടം പോലെ വർക്ക് ഫോഴ്സ് ഉള്ളതുകൊണ്ടും US പല ആയുധങ്ങളും നിർമ്മിക്കുന്ന ടർക്കിയിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആണ്. ഡ്രോൺ ഉണ്ടാക്കുന്ന കാര്യത്തിൽ അഡ്വാൻസ്ഡ് ആണ്. ഈവൻ F-35 പാർട്സ് പോലും ടർക്കിയിൽ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. കാരണം ടർക്കിയിൽ വർക്ക് ഫോഴ്സ് കൂടുതലുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഒരു നാറ്റോയുടെ പാർട്ടുമാണ്. യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഒരു വിഷയദൃഷ്ടിയോടെയാണ് ടർക്കിയെ നോക്കുന്നത്. നേരെ മറിച്ച് US ഇതുവരെ അത്തരത്തിലൊരു രീതി ടർക്കിയുടെ നേരെ കാണിച്ചിട്ടില്ല. നാറ്റോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി US ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നാറ്റോയിലെ കക്ഷി എന്ന ഗ്ലാമറും ഈ ടർക്കിക്കുണ്ട്. അപ്പം ഈ ഒരു സംഗതിയാണ് ഇതിൻ്റെ ഒരു ഔട്ടർ പിക്ചർ ഏകദേശം നിങ്ങൾക്ക് പിടികിട്ടെ എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് ഇപ്പോൾ ഇത് രൂപപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ഒരു റിയൽ ചാലഞ്ച് ഈ സഖ്യം ഇപ്പോൾ നേരിടുന്നുണ്ട്. ആ ചാലഞ്ച് ഇതാണ്: ഹൂത്തി സൗദി അറേബ്യ ആക്രമിക്കുന്നുണ്ട്. ഇവരുടെ പാക്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ആക്രമിക്കപ്പെട്ടാൽ അത് തങ്ങൾക്ക് നേരെയുള്ള ആക്രമണമായി കണ്ടുകൊണ്ട് 3 രാജ്യങ്ങളും ഒന്നിച്ച് യുദ്ധത്തിന് വരും എന്നാണ് ഇവരുടെ കരാറിനകത്തുള്ളത്. ഇപ്പം സൗദി അറേബ്യനെ ഹൂത്തികൾ നല്ല അടി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൂത്തികൾ സൗദി അറേബ്യ താടിക്ക് തട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ എണ്ണ റീഫൈനറികളൊക്കെ അസലായിട്ട് ആക്രമിക്കുകയാണ്. ഹൂത്തികൾ വെല്ലുവിളിക്കുകയാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ സഖ്യം ഉണ്ടല്ലോ, ഈ സഖ്യം വന്നിട്ട് ചുണയുണ്ടെങ്കിൽ ഞങ്ങളോട് ഫൈറ്റ് ചെയ്യും. ഇപ്പോൾ ഇവര് ഈ ഹൂത്തികളെ എതിർക്കാൻ പാകിസ്ഥാനും ടർക്കിയും ഓപ്പൺ ആയിട്ട് തുറന്നു വരുന്നില്ല. ഒളിച്ചൊന്നും ചെയ്യുന്ന കാര്യമല്ല. കാരണം ഒരു ട്രീറ്റിയാണ്. ഇത്രയും നാളും പാകിസ്ഥാൻ പട്ടാളമൊക്കെ ഒളിച്ചിട്ട് ചെയ്യുന്നതാണ്. നേരിട്ട് പാകിസ്ഥാൻ പട്ടാളത്തെയും പാകിസ്ഥാൻ എയർഫോഴ്സിനെയും അതുപോലെ ടർക്കി പട്ടാളത്തെയും ടർക്കി എയർഫോഴ്സിനെയും ടർക്കി നേവിനെയും ഒക്കെ, ഈ പാകിസ്ഥാൻ നേവിയുണ്ട്, ഈ നേവിനെയും ഒക്കെ ഹൂത്തികൾക്കെതിരെ അണിനിരത്താൻ സൗദി അറേബ്യക്ക് കഴിഞ്ഞാൽ മാത്രമാണ് ഇവരുടെ ഈ സഖ്യത്തിന് എന്തെങ്കിലും വിലയുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവരുടെ ആദ്യത്തെ ടെസ്റ്റ് ഇതാണ്. ഈ ടെസ്റ്റിൽ ഇവർ പാസ്സാകുകയാണെങ്കിൽ നിശ്ചയമായിട്ടും ഈ സഖ്യം വരും കാലത്ത് ഇതിൻ്റെ രൂപഭാവങ്ങൾ മാറും. ഈ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ദയവായി ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ഫോർവേഡ് ചെയ്യുക.